தந்த வீடு வீதி இருக்கு. தெய்வம் தந்த வீடு வீதி இருக்கு. இந்த ஊர் என்ன சொந்த வீடென்ன, இந்த ஊர் என்ன சொந்த வீடென்ன, ஞான பெண்ணே வாழ்வின் பொருளென்ன, நீ வந்த கதை என்ன, வாழ்வின் பொருளென்ன, நீ வந்த கதை என்ன. நான் கேட்டு தாய் தந்தை படைத்தாரா, நான் கேட்டு தாய் தந்தை படைத்தாரா, இல்லை என் பிள்ளை என்னை கேட்டு பிறந்தானா. தெய்வம் செய்த பாவம் மீது கோடி தங்கச்சி, கொன்றால் பாவம் தின்றால் போச்சு, இதுதான் என் கட்சி. ஆதி வீடு அந்தம் காடு, இதில் நான் என்ன, அடியே நீ என்ன, ஞான பெண்ணே வாழ்வின் பொருள் என்ன, நீ வந்த கதை என்ன. தெய்வம் தந்த வீடு வீதி இருக்கு. தெய்வம் தந்த வீடு வீதி இருக்கு. வெறும் கோயில் இதில் என்ன அபிஷேகம், உன் மனமெங்கும் தெருக்கூத்து பகல் வேஷம். கள்ளிக்கென்ன முள்ளில் வேலி கோடி தங்கச்சி, காற்றுக்கேது தோட்டக்காரன், இதுதான் என் கட்சி. கொன்றதென்ன கொடுப்பதென்ன, இதில் தாய் என்ன, மனந்த தாரம் என்ன, ஞான பெண்ணே வாழ்வின் பொருள் என்ன, நீ வந்த கதை என்ன. தெளிவாக தெரிந்தாலே சித்தாந்தம், அது தெரியாமல் போனாலே வேதாந்தம். மண்ணை தோண்டி கண்ணீர் தேடும் அன்பு தங்கச்சி, என்னை தோண்டி ஞானம் கண்டு, இதுதான் என் கட்சி. உண்மை என்ன பொய்மை என்ன, இதில் தேன் என்ன கடிக்கும் தேளென்ன, ஞான பெண்ணே வாழ்வின் பொருள் என்ன, நீ வந்த கதை என்ன. தெய்வம் தந்த வீடு வீதி இருக்கு. தெய்வம் தந்த வீடு வீதி இருக்கு. വെരി ഗുഡ് വെരി വെരി ഗുഡ്. അജൽ, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. നമ്മുടെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ MSV സാറല്ലേ, നമ്മൾ ഒരുപാട് സാറിനെ പറ്റി ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഒരുപാട് പാട്ടുകളുണ്ടല്ലോ സാറിന്, ഈ പാട്ട് എന്താ സെലക്ട് ചെയ്തത്? പൊതുവെ ഞാൻ ഒരുപാട് പാട്ട് MSV സാറിന്റെ പാട്ട് മത്സരങ്ങൾക്കൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും മലയാളം പാട്ടാണ് ഞാൻ ചൂസ് ചെയ്ത് പാടാറുള്ളത്. അപ്പോൾ എനിക്കൊരു തമിഴ് പാട്ട് പാടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. ഓക്കെ ക്യാപ്റ്റൻ, എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. അതെ, യെസ്. ഓക്കെ, ചോദിക്കാം നമുക്ക്.
ചേച്ചി. അജരെ സൂപ്പർ സെലക്ഷൻ. താങ്ക് യു. ഈ പാട്ട് ദാസേട്ടന്റെ ശബ്ദത്തിൽ കേട്ട് കേട്ട് നമ്മൾ മതിമറന്ന ഒരു പാട്ടാണ്. അപ്പൊ അത്രയും ആ പാട്ട് ഇപ്പോഴും കേൾക്കുമ്പോൾ ദൈവം തന്ന വീടെന്ന് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന അദ്ദേഹത്തിന്റെ മുഖ. ദാസങ്കിൾ വി ലവ് യു, വേറൊന്നും പറയാനില്ല. ഓരെങ്ങനെ പാടിയെന്ന് ചോദിച്ചാൽ നന്നായി പാടി. താങ്ക് യു മാം. ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഒരു ബലപ്പെടുത്താമായിരുന്നു എന്ന് തോന്നി. ചില ഭാഗങ്ങളൊക്കെ അതൊരു പിന്നെ ഒരു ഉഴപ്പിപ്പോന്നൊരു ഒരു ഫീല് വരുന്നുണ്ട് ഇടയിലൊക്കെ. ആ പല്ലവി മാത്രം ഒന്ന് കുറച്ചുകൂടെ ഒരു ധൈര്യത്തിൽ പാടാമോ? ദൈവം തந்த വീട് വീതി இருக்கு இந்த ஊரென்ன சொந்த வீடென்ன இந்த ஊரென்ன சொந்த வீடென்ன ஞான பெண்ணே வாழ்வின் பொருளென்ன நீ വന്ന കഥയെന്ന വാഴ്വിൻ പൊരുൾ. അതൊക്കെ കുറച്ചുകൂടി ഒരു ഫൈനസ് ആവാമായിരുന്നു. വാഴ്വിൻ പൊരുളൻ ക്ലിയർ ആക്കണത് എന്താ അത് പാടുന്നത്? വാഴ്വിൻ വാഴ്വിൻ. അപ്പൊ അത് കുറച്ചുകൂടെ ഒന്നൊരു ക്ലിയർ ആവാം. അതുപോലെ ഇപ്പോഴും ഒരു ഡൗട്ടാണ് ഫീൽ ചെയ്യുന്നത്. താരാ താരീരി താരാരാരാ. ശരിക്കും കണ്ണദാസർ അവർകൾ എന്ത് മനോഹരമായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതൊരു ഫിലോസഫി ഓഫ് ലൈഫ് തന്നെയാണ്. അപ്പം എനിക്കിതിൽ മോൻ പാടുമ്പോഴത്തേക്ക് ഇപ്പോഴും ഇപ്പോൾ പാടിക്കുമ്പോൾ അതിങ്ങനെ ഒരു സെർച്ച് ചെയ്ത് പോകുന്ന പോലെയാണ് തോന്നുന്നത്. കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതേപോലെ അനുപല്ലവി ഫസ്റ്റ് ചരണവും അനുപല്ലവിയിൽ കോടി തങ്കച്ചി അത് പാടുമ്പോൾ അവളുടെ മുഖത്തൊരു ചിരി. ഞാൻ പറയുന്നത് കേട്ടിട്ട് ചിരി വന്നു. കോടി തങ്കച്ചി. ഓക്കെ തങ്കച്ചി. ആ തങ്കച്ചി പാടുന്ന അവിടെ ഒരു സംഗതി ഉണ്ടല്ലോ, അത് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ശരിയായി. ആദ്യത്തെ 2 പ്രാവശ്യം അതിനൊരു ഉഴപ്പലും ഒരു സ്ലിപ്പും. ഒന്ന് പാടിയത്. ദൈവം ചെയ്ത പാവം മീത് ഓടി തങ്കച്ചി ചീ ചീ. കുറച്ച് മോനെ അതായി പറയുന്നത്. ആ ഡൗട്ട് ഇപ്പോഴും പോയിട്ടില്ല. എന്ന് വെച്ചാല് നമുക്ക് മൈൻഡിൽ ആ ഡൗട്ട് എന്നല്ല, പക്ഷെ ആ പ്രാക്ടീസ് ചെയ്തത് കുറച്ചുകൂടി ചെയ്യാനുണ്ട് ഈ ഒരു പാട്ടിൽ. അപ്പൊ അതുകൊണ്ടാണ് ചില ഭാഗങ്ങളൊക്കെ ആലോചിച്ച് പോകുന്നത്. അപ്പോൾ ഇതിപ്പോ പാടിയതല്ലേ, ഇപ്പൊ ടക്കനത് പാടണ്ടേ, അതിപ്പോഴും ആലോചിച്ചിട്ടാണ് മോനെ അത് സംഗതി ഇങ്ങനെയാണോ അങ്ങനെയാണോ. ആ ഒരു കാര്യം കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഒരു കോൺഫിഡൻസ് വോയിസിൽ ആ പ്രസൻസിൽ വരാനുണ്ട്. അതാണ് എനിക്കിതിൽ തോന്നിയത്. അല്ലാതെ നല്ല സെലക്ഷനാണിത്. എന്താ പറയാ, MSV സർ പ്രണാമം. താങ്ക് യു ചേച്ചി. ശരത് സർ. എടാ ചക്കര അജലേ സാർ, നല്ല സെലക്ഷൻ എടാ. താങ്ക് യു സാർ. കാര്യം ഞാനും ആലോചിച്ചു MSV സാറിൻ്റെ കുറേ പാട്ടുകളുണ്ട്. അത് എത്രത്തോളം നമ്മൾ അത് കിട്ടത്തില്ല. കാര്യം എല്ലാം നല്ല പാട്ടുകളാണ്. അതൊന്നും ഇതെടുക്കുമ്പോൾ വിചാരിക്കും മറ്റേ എടുക്കാമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ഓടിപ്പോവും. ഒന്ന് നന്നായിട്ട് പാടിയിടാ. താങ്ക് യു സാർ. കേട്ടോ. അപ്പോൾ എനിക്ക് ആ സ്വന്തം അത് സ്വന്തം 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 ആ കഥ എന്നെ കഥ അത്ര അല്ല കഥ എന്നെ. ഓക്കെ. കഥ എന്നെ ഞാൻ പെണ്ണെ വാഴ്വിൻ പൊരുൾ. എന്തൊരു ഫിലോസഫിയാണെന്നറിയാം. ഓരോന്ന് വായിക്കും നമുക്ക് ഇടപാട് തീർന്നു പോകും. പിന്നെ മോനെ നീ കുറച്ച് ശ്രുതിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കും. ഒന്നൊരു കൃത്യത വരട്ടെ. അങ്ങോട്ട് ചേരുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. പിന്നെ ഇതിനകത്ത് കുറേ സാഹിത്യം ഒരു കള്ളുകുടിച്ച് അങ്ങനെ ലെവലിലുള്ള പാട്ടാണെങ്കിൽ സംഗതിയൊക്കെ നല്ല പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അത് നോക്കിക്കോണം കേട്ടോ. ബാക്കി നല്ല ജ്ഞാനസ്ഥനാ നീ. താങ്ക് യു സാർ. കുറച്ച് ആരോഗ്യവും കൂടെ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. MG സാർ. അജൽ സാർ, നല്ല സെലക്ഷൻ. ഇതൊക്കെ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ സോങ്. ഇതിന്റെ ശ്രുതി കറക്റ്റ് ആണോ? ഒറിജിനൽ പിച്ചാണ്. ആണ്. ആ പിച്ച് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. മോൻ്റെ ശബ്ദത്തിന് കുറച്ചുകൂടെ ഒരു വെയിറ്റ് പവറൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ ഹൈ ഒരു ഹാഫ് നോട്ട് കൂട്ടിയാലും മതി, രസമായിരിക്കും. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ അണ്ണാച്ചി പറഞ്ഞ പോലെ ഈ ശ്രുതിയാണ് ഏറ്റവും പ്രശ്നം. അതായത് അനുപല്ലവി തുടങ്ങിയത് ഒരു അരനോട്ട് താഴെയാണ്. അതെന്ത് പറ്റിയെന്ന് ശ്രുതി എന്തെന്ന്? ഞാൻ കേട്ട് തായ് തந்தை പടൈത്താരാ പടൈത്താരാ സംഗതിയൊക്കെ നന്നായിരുന്നു. ആ ലാൻഡിങ് ഒക്കെ കൃത്യമായിട്ട് ഒന്ന് ആ ശ്രുതിയിലോട്ട് ലയിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. അവിടെ അതുപോലെ തന്നെ ഇതില്ലേ നമ്മുടെ അനുപല്ലവി, ആ ഫസ്റ്റ് 2 ലൈൻസ് പാടിക്കും.
വെറും കോയിലിതിലെന്ന അഭിഷേകം ഉന്മനമെങ്കും തെരുക്കൂത്ത് പകൽ വേഷം വേഷം ആ കള്ളിക്കെന്ന മുള്ളിൽ വേലി പോടി തങ്ക തീരി ശ്രുതി കള്ളിക്കെന്ന മുള്ളിൽ വേലി പോടി തങ്കച്ചി. എല്ലായിടത്തും ആ ശ്രുതി ഒന്ന് ടച്ച് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. സംഗതികളൊക്കെ നല്ല കിടുങ്ങാമണി പോലെ പാടുന്നുണ്ട്. പക്ഷെ ആ ശ്രുതിയും കൂടെ ഒന്ന് ചേർന്ന് വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായിരിക്കും. താങ്ക്സ്. അപ്പൊ പാടാ തങ്കച്ച, നീ നന്നായിട്ട് പാടി. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ ക്യാപ്റ്റൻ ഷാനിക്ക. അജല്ലേ സാർ പറഞ്ഞത് എല്ലാം കേട്ടല്ലോ. കേട്ടു സാർ. എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തത് ഇതൊരു പക്ക ഒരു മലയാളി ഒരു തമിഴ് സോങ് പാടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ലെജിബിലിറ്റി ഇഷ്യൂ ഉണ്ടല്ലോ, ഡിക്ഷൻ്റെ ഒരു പ്രശ്നമാണ് ഉള്ളത്. പിന്നെ ശ്രുതി കുറച്ച് അവിടെ ഇവിടെയൊക്കെ. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത് അജലിന് ഇതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, ഇതിൽ യാതൊരു സംശയമില്ല അജലെ. അതുകൊണ്ട് നമ്മളെല്ലാം കൊണ്ടൊന്ന് സ്ട്രോങ് ആയി നിൽക്കേണ്ട ഒരു സമയമായി. ഓക്കെ ഓക്കെ സാർ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ മാർക്സ് ചോദിക്കാം. ചോദിക്കാം. എം ജി സർ, അജൽസിന്റെ മാർക്ക്. അജൽസ് സാർ 8.7. താങ്ക് യു സാർ. താങ്ക് യു സർ. ശരത് സർ. അപ്പോ അജലെ സാർ. തങ്കച്ച സാർ നിനക്ക് 8.7 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി. അജൽ അജലിനെ കുപ്പിയിലിട്ടു. ഓക്കെ താങ്ക് യു ചേച്ചി. ഓക്കെ അപ്പൊ അജൽ ടോട്ടൽ 17.4. താങ്ക് യു. ഓക്കേടാ. ഓൾ ദി ബെസ്റ്റ്.